കട്ടപ്പന പുളിയൻമലയിൽ ജൂലൈ 27-ന് കാർഡമം കോൺക്ലേവ് നടക്കും. ഏലം കർഷകരുടെ ഭൂവിഷയങ്ങളും ചർച്ചയാകും. പ്ലാന്റേഴ്സ് ക്ലബ്ബ് പുളിയൻമലയുടെ നേതൃത്വത്തിലും മേഖലയിലെ വിവിധ ഏലം കർഷക സംഘടനകളുടെയും അനുബന്ധ സംഘടനകളുടെയും സഹകരണത്തോടെ ജൂലൈ 27 തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് പുളിയൻമല ഗ്രീൻ ഹൌസ് ഓഡിറ്റോറിയത്തിൽ കാർഡമം കോൺക്ലേവ് 2026 പ്ലാന്റേഴ്സ് ക്ലബ്ബിന്റെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കർഷകർക്ക് ആത്മവിശ്വാസവും വിളകൾക്ക് മൂല്യവും നൽകുന്ന വിശ്വാസത്തിന്റെ പേരാണ് പവിത്ര അഗ്രോ വെയർഹൌസ്. പവിത്ര അഗ്രോ വെയർഹൌസ്, പവിത്ര ബിൽഡിംഗ്, പുളിയൻമല റോഡ്, കട്ടപ്പന. കാർഡമം കോൺക്ലേവിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ, ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്, റോയ് കെ പോലോസ് MLA, അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLA, അഡ്വക്കേറ്റ് സേനാപതി വേണു MLA, F രാജ MLA, ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറി PC സിറിയക് IAS എന്നിവരും ഏലം കാർഷിക വ്യാപാര മേഖലയിലെ സംഘടനാ പ്രതിനിധികളും നിയമവിദഗ്ധരും പങ്കെടുക്കും. പുളിയൻമല പ്ലാന്റേഴ്സ് ക്ലബിന്റെയും ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ചും CHR മേഖലയിലെ കാർഡമം രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെയും ഇടുക്കി ഡിസ്ട്രിക്ട് അഗ്രോ ഇൻപുട്ട് ഡീലേഴ്സ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ജൂലൈ മാസം 27-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പുളിയൻമല ഗ്രീൻ ഹൗസ് ഓഡിറ്റോറിയത്തിൽ ഒരു കാർഡമം കോൺക്ലേവ് സംഘടിപ്പിക്കുകയാണ്. പ്രോഗ്രാമിന്റെ പേര് കാർഡമം കോൺക്ലേവ് 2026 എന്നാണ്. ഈ ചടങ്ങില് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ, ചീഫ് വിപ്പ് ശ്രീ അപ്പു ജോൺ ജോസഫ്, ബഹുമാനപ്പെട്ട ഇടുക്കി MLA റോയ് കെ പൗലോസ്, ഉടുമ്പൻചോലയുടെ MLA ശ്രീ സേനാപതി വേണു, പീരുമേട് MLA P സിറിയക് സാറ്, ദേവികുളം MLA രാജ, മുൻ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച PC സിറിയക് സാറ്, ബഹുമാനായ ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശ് സാറ്, പിന്നെ നിയമവിദഗ്ധരും ഈ മേഖലയിലെ വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കുന്നതാണ്. 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏലകൃഷി ആരംഭിച്ച പശ്ചിമഘട്ട മേഖലയായ കിഴക്കൻ മലയിൽ ഇന്നും ഏലകൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കർഷകർ നേരിടുന്ന വിവിധ ഭൂസംബന്ധമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനായി ഭരണകൂടത്തിന്റെ അടിയന്തര ശ്രദ്ധ ക്ഷണിക്കുകയുമാണ് കോൺക്ലേവിന്റെ പ്രധാന ലക്ഷ്യം. നിങ്ങൾക്കറിയാം, ഏതാണ്ട് 4 പതിറ്റാണ്ടുകളായി ഇവിടെ കൃഷി ചെയ്ത് പോരുന്ന ഏലം ഇന്ന് ആ ഏലത്തിന് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രദേശത്തിന് പട്ടയം ലഭിക്കുന്നില്ല. അവിടത്തുള്ള കുത്തകപ്പാട്ടം പുതുക്കി ലഭിക്കുന്നില്ല. ഏലം എന്ന പേര് എഴുതിയാൽ തന്നെ പട്ടയം ലഭിക്കാത്ത, അവിടെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കാൻ സാധ്യമല്ലാത്ത വളരെയേറെ ബുദ്ധിമുട്ടുള്ള സ്ഥിതിയിലൂടെയാണ് ഈ മേഖലയിലെ ഏലം കർഷകർ കടന്നു പോകുന്നത്. ഈ നാട്ടിലെ ജനപ്രതിനിധികളും മുമ്പുള്ള ഗവൺമെന്റുകളും മാധ്യമ പ്രവർത്തകരുമെല്ലാം ഈ വിഷയത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ അവരുടേതായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായിട്ടാണ് ഇത്തരമൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുവാൻ പുളിയൻമല പ്ലാന്റേഴ്സ് ക്ലബ്ബ് അതിന്റെ 25ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇവിടത്തുള്ള വിവിധ കർഷക സംഘടനകളുമായി ചേർന്ന് ഏലം കൃഷിക്കായി പതിച്ചു നൽകിയ CHR മേഖലയുമായി ബന്ധപ്പെട്ട നിയമപരമായ അവ്യക്തതകൾ, വിവിധ കാലഘട്ടങ്ങളിലെ നിയമങ്ങളുടെ പ്രായോഗികത, നിലവിലെ സാഹചര്യത്തിൽ ആവശ്യമായ നിയമ ഭേദഗതികൾ എന്നിവ കോൺക്ലേവിൽ വിശദമായി ചർച്ച ചെയ്യും. ഏലം പട്ടയഭൂമിയിലെ നിർമ്മാണ നിരോധനം, CHR പരിധിക്കുള്ളിലെ കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതിലെ തടസ്സങ്ങൾ, കുത്തകപ്പാട്ട ഭൂമിയുടെ പുതുക്കൽ തുടങ്ങിയ വിഷയങ്ങളും പ്രധാന ചർച്ചാ വിഷയങ്ങളാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പരിഹരിക്കപ്പെടാതെയും നിയമഭേദഗതി വരുത്താതെയും നിലനിൽക്കുന്ന ഭൂവിഷയങ്ങളും ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിലെ ശുപാർശകൾ കാർഷിക മേഖലയിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനെതിരെയും
പരിസ്ഥിതി സ്നേഹമെന്ന പേരിൽ കർഷകർക്ക് മേൽ കരിനിഴൽ വീഴ്ത്തി കർഷകരുടെ സ്വതന്ത്ര ജീവിതം തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരുടെ നിഗൂഢ അജണ്ടയും ഭരണാധികാരികളുമായും പൊതുസമൂഹത്തിന്റെ മുന്നിൽ അനാവരണം ചെയ്യാനുള്ള അവസരമായാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം സർക്കാരിന്റെ ഏതെങ്കിലും നടപടികൾ വിമർശനമോ പരാതിയോ ഉന്നയിക്കാനുള്ള വേദിയായി കോൺക്ലേവിനെ കാണുന്നില്ല. ഏലം കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പ്രായോഗികവും നിയമപരവുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സംവാദ വേദിയായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും പ്ലാന്റേഴ്സ് ക്ലബ്ബ് ഭാരവാഹികൾ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ പ്ലാന്റേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് സിബി എബ്രഹാം, സെക്രട്ടറി റോബി ജോസഫ്, കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ വണ്ടൻമേട് പ്രസിഡന്റ് ആന്റണി മാത്യു, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ്, അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി PC മാത്യു, കേരള കാർഡമം ഗ്രോവേഴ്സ് യൂണിയൻ കമ്പം പ്രസിഡന്റ് TG കുമരൻ, ട്രഷറർ തിരുമുരുകൻ, കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ ട്രഷറർ ജീവാനന്ദൻ, ഇടുക്കി ജില്ലാ അഗ്രോ ഇൻപുട്സ് ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CD ശ്രീകുമാർ, സെക്രട്ടറി ജോണി എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ 2 ദശകങ്ങളായി കട്ടപ്പനയിലെ സ്വർണ്ണ വ്യാപാര രംഗത്ത് മാറ്റു തെളിയിച്ച പവിത്ര ഗോൾഡ് ഇതാ മലയോര കർഷകരുടെ ജീവശ്വാസമായ സുഗന്ധവിളകൾക്ക് സുരക്ഷയുടെ കവചമൊരുക്കാൻ പവിത്ര അഗ്രോ വെയർഹൌസ് എന്ന സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു. ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ കർഷകർക്ക് മിതമായ നിരക്കിൽ ദീർഘകാലം സുരക്ഷിതമായും കേടുകൂടാതെയും ഇനി പവിത്ര വെയർഹൌസിൽ സംഭരിക്കാം. കൂടാതെ വിളകളുടെ ഈടിന്മേൽ ലോൺ സൗകര്യം ലഭ്യമാക്കി അവ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും സഹായിക്കുന്നു. ഉന്നത നിലവാരമുള്ള AC ആൻഡ് നോൺ AC വെയർഹൌസ് സൗകര്യങ്ങൾ, ഫയർ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പൂർണ്ണ സുരക്ഷാ സംവിധാനങ്ങൾ, സംഭരിച്ചിരിക്കുന്ന വിളകളുടെ മാർക്കറ്റ് വിലയുടെ 60% വരെ വായ്പ സൗകര്യവും ലഭ്യമാണ്. കർഷകർക്ക് ആത്മവിശ്വാസവും വിളകൾക്ക് മൂല്യവും നൽകുന്ന വിശ്വാസത്തിന്റെ പേരാണ് പവിത്ര അഗ്രോ വെയർഹൌസ്. പവിത്ര അഗ്രോ വെയർഹൌസ്, പവിത്ര ബിൽഡിംഗ്, പുളിയൻമല റോഡ്, കട്ടപ്പന.